ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നു. ഇപ്പോൾ സമയം 8 o'clock. ഞാൻ ഇന്നിപ്പോൾ മാർത്താണ്ഡം സൈഡിലേക്ക് പോവാണ്. തമിഴ്നാട്, ദാറ്റ് ഈസ് അവർ ബോർഡർ. മാർത്താണ്ഡം എന്ന് പറയുമ്പോൾ ചുങ്കങ്കട ഭാഗത്താണ്. അവിടെ ഒരു കോളേജ്, ശ്രീ അയ്യപ്പ കോളേജ്, അവിടേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു ഗസ്റ്റായിട്ട് പോവാണ്. അവരുടെ ആർട്സ് ക്ലബ് ഡേയുടെ വാലിഡേറ്ററി ഫംഗ്ഷനോ അങ്ങനെ എന്തോ ആണ്. ചീഫ് ഗസ്റ്റായിട്ട് അങ്ങോട്ട് പോകുന്ന ഇന്ന് 2 പരിപാടി ഉണ്ട്. തിരക്ക് പിടിച്ച ദിവസമാണ്. അവിടെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 hours തന്നെ അകത്തെടുക്കും നമ്മളവിടെ എത്താൻ. പിന്നെ തിരിച്ച് അവിടെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞ് തിരിച്ചിവിടെ വന്നിട്ട് വൈകുന്നേരം 4 മണിക്ക് പേരൂർക്കട സൈഡിലൊരു ഗവൺമെൻറ് സ്കൂളിൽ മറ്റൊരു പ്രോഗ്രാം, അവരുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ. അപ്പോൾ അതിനും പോകുന്നു. 2 പരിപാടിയാണെന്ന്. സമയം കിട്ടുമെന്നറിയില്ല സാരി മാറാൻ. 2 പരിപാടിക്ക് ചിലപ്പോൾ ഒരു സാരിയിൽ തന്നെ ആയിരിക്കും പങ്കെടുക്കുന്നത്. കാര്യം തിരിച്ചു വരാനും ഒരു 2 മണിക്കൂർ എടുക്കുമല്ലോ. എനിക്കറിയില്ല, നോക്കിയിട്ട് തീരുമാനിക്കാം. ഓക്കെ, എന്തായാലും വളരെ എക്സൈറ്റഡ്. പ്രോഗ്രാം, പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ എത്താറായി. ഇപ്പോൾ എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കിയാൽ, ഒരു വലിയൊരു മൗണ്ടൻ, ഈ സൈഡിൽ പാറയും അതിൻ്റെ ഫ്രണ്ടിലൊരു കോളവും. നൈസ്. അയ്യപ്പ കോളേജിൻ്റെ ഓൾമോസ്റ്റ് ദർ, ഒരു 1/2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. എത്തും. ഇത് മാർത്താണ്ഡം കഴിഞ്ഞിട്ട് ചുങ്കങ്കട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഏരിയ. ഒരു സൈഡിൽ തെങ്ങും തൂക്കും. കൊള്ളാലോ. കണ്ടു കഴിഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ മട്ട് തന്നെയാണ്. ഇതൊക്കെ ബോർഡർ ഏരിയാസ് ആണല്ലോ. ഫൈനലി നമ്മൾ എത്തിക്കഴിഞ്ഞു. കോളേജ് ക്യാമ്പസ്, ശ്രീ അയ്യപ്പ കോളേജ് പോകുന്നത്. കോളേജിൻ്റെ ഉള്ളിൽ കോളേജ് പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും പിന്നെന്താ പറയുക സംഘാടകരും ഒക്കെ തന്നെ എനിക്കായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. ഒട്ടും താമസിച്ചിട്ടില്ല. വളരെ സന്തോഷം തോന്നി. ഒരു വോം വെൽക്കം, അതായത് നല്ല ഊഷ്മളമായൊരു വരവേൽപ്പാണ് എനിക്കായിട്ട് അവർ കാത്തു വെച്ചിരുന്നത്. അപ്പോൾ നേരെ പ്രിൻസിപ്പളുടെ റൂമിലേക്കാണ് ആദ്യം ഞാൻ പോയത്. അവിടെ എല്ലാ അധ്യാപകർക്കും ഒപ്പം കുറച്ച് നേരം ഇരുന്ന് സൗഹൃദമൊക്കെ പങ്കിട്ടു. ഇത് മറ്റൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, ടീച്ചേഴ്സ് എല്ലാം സ്ത്രീകളാണെങ്കിൽ ഒരു അധ്യാപകൻ പുരുഷനാണ്. അതിൽ ഏറ്റവും അതിശയകരമായ കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, ആ അധ്യാപകൻ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. ലോ അക്കാഡമിയിലെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി അടുത്തായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. താലപ്പൊലി ഏന്തിയ സുന്ദരികളായ വിദ്യാർത്ഥിനികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് തമിഴ്നാടാണ് സ്ഥലം, ബോർഡറാണ്. തമിഴ്നാടിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ ആണ്, കന്യാകുമാരി ജില്ല. എങ്കിലും ഈ ഒരു കോളേജിൽ ഒരു 90%, അതായത് ഭൂരിഭാഗം ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം തന്നെ മലയാളികൾ തന്നെയായിരുന്നു. പിന്നെ കുട്ടികളുടെ കൂട്ടത്തിലും ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ധാരാളം കോഴ്സുകളുണ്ട്. ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് more than 1000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വിമൻസ് കോളേജാണ്. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ട കാഴ്ച നോക്കിക്കോളൂ. ഓഡിറ്റോറിയം ഇസ് ഫുൾ. നിറയെ കുട്ടികൾ ഇരിക്കുവാണ്, നിറയെ കുട്ടികൾ. ഓക്കെ, ഫുള്ളാണ്. ഒരു more than 1000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. കുറച്ചു നേരം ഞാൻ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്നു. പിന്നെ കുട്ടികളുടെ ചെറിയ കലാപരിപാടികളോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഫോർമൽ ഫംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി ഫോർമൽ ഫംഗ്ഷൻ തുടങ്ങാമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് കയറി. എന്തായാലും ഒഫീഷ്യൽ ഇനോഗ്രേഷൻ എന്നുള്ളത് നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു ഫോർമൽ ഇനോഗ്രേഷൻ നടത്തി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ കുട്ടികളുടെ കുറച്ച് കലാപ്രകടനങ്ങളോടുകൂടി, അതായത് ഒരു പോസിറ്റീവ്, ഒരു കളർഫുൾ നോട്ടോടുകൂടി ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അതായത് ഇവിടെ സമ്മാനമൊക്കെ കിട്ടിയ, 1-2 സമ്മാനം കിട്ടിയ 1-2 പ്രോഗ്രാംസ്, കുട്ടികളുടെ ബ്യൂട്ടിഫുൾ ഡാൻസസ് ആണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നടക്കുന്നത്.
നേരെ ഫോർമൽ ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് പ്രിൻസിപ്പൽ തീരുമാനിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് കയറി. പ്രിൻസിപ്പലിൻ്റെ ഒരു ഇനോഗ്രൽ സ്പീച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയ മുഖ്യ പ്രഭാഷണം. ഇവിടെ കൂടുതലും മലയാളികളാണ് പഠിക്കാനിരിക്കുന്നതും പഠിപ്പിക്കാനിരിക്കുന്നതും എന്നൊക്കെ അറിയുന്നതിലൊരു സന്തോഷം വേറെയാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, എല്ലാവരുടെയും പ്രസംഗമെല്ലാം കഴിഞ്ഞു, വോട്ട് ഓഫ് താങ്ക്സും കഴിഞ്ഞു. ഇനി സമ്മാനദാനത്തിന്റെ സമയമായി. കോളേജിന്റെ തന്നെ ആർട്സ് ഫെസ്റ്റിവലൊക്കെ നടത്തിയ സമയത്ത് വിജയിച്ച ടീമുകൾക്ക്, അതായത് ഗ്രൂപ്പ് ഐറ്റംസും ഉണ്ട്, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം ചേർന്നിട്ട് അവർക്കെല്ലാമുള്ള സമ്മാനം വിതരണം ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരുന്നു ഇത്. കുറച്ചധികം കാറ്റഗറി അവാർഡ്സ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ സമ്മാനമായിട്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 10, 70, 80 സമ്മാനങ്ങൾ ഞാനിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ തന്നെ. പാട്ട്, നൃത്തം, മിമിക്രി, മോണോ ആക്ട് എല്ലാത്തിനും സമ്മാനം കിട്ടിയ കഴിവുള്ള ഒരുപാട് കുട്ടികളും ഗ്രൂപ്പ് ഇവൻസിൻ്റെ കുട്ടികളും ഒക്കെ വളരെ ആവേശത്തോടു കൂടി തന്നെ കേട്ടോ വന്നത്. അവരുടെ ട്രോഫിയും ഒക്കെ സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി സ്റ്റേജിൽ നിന്ന് വാങ്ങിയിട്ട് പോവാണ്. ഫൈനലി എല്ലാവരും കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തുകയാണ്. അതായത് ഓവറോൾ കിരീടം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ അതായത് സെക്കൻഡ് പ്രൈസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് റണ്ണറപ്പും ആൻഡ് ദി ചാമ്പ്യൻസ് ഒന്നാം സമ്മാനവും നേടിയ ടീമുകളുടെ വരവായി. ആദ്യം ഫസ്റ്റ് റണ്ണേഴ്സപ്പാണ് വരുന്നത്. അവരും വളരെ ആവേശത്തിലാണ്. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, അവരെല്ലാം പല ഇവൻസിലും പങ്കെടുത്ത് അവരുടെ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്താണല്ലോ സമ്മാനം കൊടുക്കുന്നത്, ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ. അങ്ങനെ രണ്ടാം സമ്മാനം നേടിയ ടീം അവരുടെ ട്രോഫി വാങ്ങാൻ വന്നു. കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ആൻഡ് ഫൈനലി ദ ട്രോഫി വാങ്ങുന്ന ടീം എത്തി. എൻ്റെ ദൈവമേ, എന്തൊരു ആവേശമായിരുന്നു അത് കുട്ടികൾക്ക്. നോക്കി ചാമ്പ്യൻസ് ട്രോഫി കൈമാറുമ്പോൾ കണ്ട കുട്ടികളുടെ ഒരു ആവേശവും പിന്നെ കാണികളുടെ കയ്യടിയും ഒരു ആരവം തന്നെയാണ് കേട്ടോ. ഒരു വലിയ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒക്കെ നിമിഷങ്ങളായിരുന്നു അത്. നമ്മൾക്ക് പോലും ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും ആ കുട്ടികളുടെ ഒരു ആവേശം കാണുമ്പോൾ. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഡേയ്സൊക്കെ മിസ് ചെയ്യുന്ന ചില സമയമാണിത്. ഇതൊക്കെ കോളേജ് ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ. നമുക്കെല്ലാം ഇതിപ്പോൾ മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ഒരു സന്തോഷമായിട്ട്, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കോളേജിൻ്റെ വകയായിട്ട് എനിക്കുള്ള സ്നേഹോപഹാരം അവർ തരുന്നുണ്ടായിരുന്നു. അതും സ്വീകരിച്ചു സന്തോഷപൂർവ്വം. പിന്നെ ടീച്ചേഴ്സിനോടൊപ്പം കുറച്ച് ഫോട്ടോഗ്രാഫ്സ്. പിന്നെ കുട്ടികളോടൊപ്പം കുറേ സെൽഫി. ടീച്ചേഴ്സിനോടൊപ്പം തന്നെയാണ് ഞാൻ ഇന്ന് വന്ന സമയം തൊട്ട് എല്ലാ ടീച്ചേഴ്സും എന്നെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. സ്നേഹം കൊണ്ട് എന്നെ ഇങ്ങനെ പൊതിയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. അവരോടൊപ്പം വിഭവസമൃദ്ധമായ ഒരു ഉച്ചയൂണിനും ഞാൻ പങ്കെടുത്തു. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി. അവരുടെയൊക്കെ ഊഷ്മളമായ സ്നേഹമൊക്കെ അനുഭവിച്ച് മനസ്സ് നിറഞ്ഞാണ് കേട്ടോ ഞാൻ യാത്ര പറഞ്ഞിറങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളില്ല ഇതിനൊന്നും ഒരു മറുപടി പറയാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷം അവരെ അറിയിക്കാൻ എനിക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ മതിയാകില്ല. മനസ്സ് നിറഞ്ഞാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു ശ്രീ അയ്യപ്പ കോളേജ് എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ താങ്ക് യു ശ്രീ അയ്യപ്പ കോളേജ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റുഡൻസ്. നല്ല വെയിലാണ്, നട്ടുച്ചയാണ്, എങ്കിലും എന്താ ഭംഗി. ഞാൻ ഹൈവേ വിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഹൈവേ വഴിയാണ് വന്നത് ആ ഒരു ഭാഗത്തേക്ക്. ബട്ട് നൗ വി ആർ ഗോയിങ് ബാക്ക്. ഇതൊക്കെ നമ്മൾ യാത്ര സാധാരണ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ട്രാവൽ വ്ളോഗ്സിലാണ് ഞാൻ ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം നമ്മൾ അതിലും വന്നിട്ടില്ല. അത് നോക്കൂ, ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇതുവഴി പോവുകയാണെങ്കിൽ നമ്മൾ നെട്ട റൂട്ടാണിത്. ചിറ്റാർ ഡാം, കുറേ ഡാം സൈറ്റുകളുടെ സൈഡിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് അതുവഴി നമ്മൾ ട്രിവാൻഡ്രം എത്തും. ഇത് നോക്കിയേ, അയ്യോ കാറ്റടിച്ചിട്ട് ആ ഗ്രീൻ
വയലിലെ അയ്യോ അതിങ്ങനെ ദൈവമേ എന്ത് ഭംഗിയാ. ഇതാണ് ഒരു ഏറ്റവും മനോഹരമായ ഈ നാഗർകോവിൽ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ നാഞ്ചിനാടിൻ്റെ കാഴ്ചകളാണ്. ഈ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. രസമുണ്ട് കേട്ടോ. കുറേ ആട് മാത്രമുണ്ട് ഇപ്പോൾ. ഇവിടുത്തെ എല്ലാം കൊയ്ത്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ എല്ലാം കുറച്ച് ബാരനായിട്ട് കിടക്കുന്നു. അതർവൈസ് ഇതിപ്പോൾ സമ്മർ ടൈം ആണ്, എന്നിട്ട് പോലും ഞാനിവിടെ നല്ല വെയിലാണ്. നട്ടുച്ച സമയമാണ് 1 o'clock. ബട്ട് കാറ്റ് കൊണ്ട് ഞാൻ ഈ വെയിൽ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് വൺ സൈഡ്. അപ്പുറത്തെ സൈഡ് ഇത് തന്നെയാണ് കഴിച്ച തെങ്ങ്, ഇഷ്ടംപോലെ തെങ്ങുണ്ട്, അതോടൊപ്പം വയലും ഉണ്ട്. അവിടെ കണ്ടോ, ഇത് കൊച്ചു നാട്ടുവഴികൾ പോലെ ചെറിയ വഴികളാണ്. കറവുന്ന വഴി തന്നെയാണ്, പക്ഷേ ഹൈവേ അല്ലാന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. 2 സൈഡിലിങ്ങനെ കണ്ടു പോകാനേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് സമാധാനമായിട്ട് ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. എന്തൊരു കാറ്റ്, എൻ്റെ പുറത്തേക്കൂടെ പോകണം അത്ര കാറ്റ്. ഇത് ഇവിടെ നോക്കിയേ, ഈ സൈഡിൽ നെൽപ്പാടങ്ങൾ തന്നെയാണ്. യെസ്, പക്ഷെ കതിരൊന്നും ആയിട്ടില്ല കേട്ടോ. അതിനി അടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് വന്നാൽ അത് കാണാം. പാൽമരങ്ങളും എന്താ രസം. വഴിനീളം, ഇത് ചെറിയ റോഡ്, പഴയ റോഡ്സാണ് ഇതൊക്കെ. ഹൈവേ ഒക്കെ വന്നപ്പോൾ ഇങ്ങനത്തെ റോഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പക്ഷേ ഇതാണ് ഏറ്റവും ഭംഗിയുള്ള റോഡ്സ്. നല്ല തണലുണ്ടാകും. അടുത്ത സ്പോട്ടിൽ ഞാൻ വീണ്ടും ഇറങ്ങുന്നേ. ഇവിടുത്തെ കാഴ്ച എന്താ അറിയോ, ഈ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞു, പക്ഷെ നിറയെ ആടിനെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുകയാണ് എല്ലാം. കുറേ കൊക്കും ഉണ്ട് ഇടയ്ക്ക്. ഫ്രണ്ട്സായിട്ട് നടക്കുകയാണ് അവരെല്ലാവരും. ഈ വൈക്കോലും അതെല്ലാം കഴിക്കാനായിട്ട് നടക്കുകയാണത്. ഫുൾ ആ പാടം കംപ്ലീറ്റ് ആടിനെ മേയ്ക്കുന്ന 2 ചേട്ടന്മാരും ഉണ്ട് ആ സൈഡിൽ. ഓ, എന്ത് നല്ല രസമുള്ള സ്ഥലമാണെന്നുണ്ടോ. അവിടെ തെങ്ങ്, പിന്നെ വയൽ, അതിൻ്റെ ഏറ്റവും ബാക്കിൽ മലനിരകൾ. ഇതൊരു വീതി കുറഞ്ഞ റോഡ് അത്ര മോശമൊന്നുമില്ല, 2 വാഹനം പോവും. ഇത് തെങ്ങും തോപ്പാന്ന് തോന്നുന്നു ഇപ്പുറത്തെ സൈഡ്. വീണ്ടും മനോഹരമായ കാഴ്ച. ഇതൊക്കെ ഇവിടെ മാത്രമേ കാണാവുള്ളൂ. ഇങ്ങനെ റോഡിലൂടെ എരുമകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നു. ഇതൊരു വാഹനങ്ങളും എരുമയും എല്ലാം ഒന്നിച്ച്, ആടുമാടുകളും വാഹനങ്ങളും 2 വീലറും ഒക്കെ ഒന്നിച്ച് സഞ്ചരിക്കുന്ന റോഡ്സാണ് ഇതെല്ലാം. എനിക്ക് വയ്യ, വീണ്ടും ഞാൻ ഓരോ സ്ഥലത്ത് ഇറങ്ങുകയാണേ. അവിടെ ആ പാടത്ത് കൊയ്ത്ത് നടക്കുകയാണ് മെഷീൻ വെച്ചിട്ട്. നോക്കിയേ, ആഹാ, ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കോളൂ. എൻ്റെ അമ്മോ, ബ്യൂട്ടിഫുൾ മൗണ്ടൻ റേഞ്ചസ് ആണ്. നല്ല ഗംഭീരമായ പാറ. ഈ പാടത്തിൻ്റെ സൈഡിലായിട്ടൊരു ടെമ്പിളും ഉണ്ട്. അവിടെ കംപ്ലീറ്റ് തെങ്ങും തോപ്പും. ഇവിടെ അമ്പലം കഴിഞ്ഞാൽ നെൽപ്പാടം. ഇതൊക്കെ കതിരിട്ട് കിടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പല കളേഴ്സ് നോക്കിക്കോളൂ, പല ഷെയ്ഡ്സ് ഓഫ് നെല്ലാണ്, പല സ്റ്റേജസ്. അവിടെ വിളഞ്ഞത് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു വിത്ത് മെഷീൻ. ധാരാളം മറ്റേ കൊക്കുകൾ ആ ഭാഗത്തുണ്ട്. ബാക്കി വരുന്നതൊക്കെ കിട്ടാനാണ്, നെല്ലൊക്കെ കുത്തി പറക്കി എടുക്കാനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തെങ്ങിൻ തോപ്പാണ്. അതിൻ്റെ ബാക്കിലായിട്ട് തെങ്ങിൻ തോപ്പ്, അതിൻ്റെ ബാക്കിൽ ആ മലനിരകൾ, വലിയ കൂറ്റൻ പാറ. നല്ല തണലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഷെൽട്ടറായത്. ഇവിടെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അറിയാണ്ട് ഇറങ്ങി പോകുന്നതാണ് ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അവിടെയും ഒരു ബസ് കാത്തു നിൽക്കുന്ന ബസ്സിൻ്റെ ഷെൽട്ടറുണ്ട്. പിന്നെ ഒരു വലിയ ആൽമരമുണ്ട്. ഇപ്പുറത്തെ സൈഡിലും മലകൾ കാണാം. ഒരു നാട്ടുവഴി അകത്തേക്ക് പോണു. ഗ്രാമങ്ങളാണ് ഇവിടെയെല്ലാം. ഞാനിങ്ങനെ ഗ്രാമക്കാഴ്ചയും ഭംഗിയെല്ലാം കണ്ട് വായി നോക്കി നിൽക്കുകയാണ്. അറിയാണ്ട് നിന്ന് പോണു. പക്ഷേ എനിക്ക് 4 മണിക്ക് മീറ്റിങ്ങിന് എത്താനുള്ളതാണ്, അടുത്ത പബ്ലിക് ഫംഗ്ഷൻ. വീട്ടിൽ പോയി ഡ്രസ്സ് മാറാനൊന്നും സമയമില്ല, നമ്മൾ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മാവുണ്ട്. പിന്നെ ഇത് വേപ്പ് മരം. അതാണ് ഇത്രയും നല്ല തണൽ കിട്ടുന്നത്.
അത് കഴിഞ്ഞാൽ പുളി, അങ്ങനെ പോകും. ചെറിയൊരു തട്ടൊക്കെ നോക്കിയാൽ നല്ല രസമാണ്, കണ്ടിട്ട് തന്നെ അറിയാം നല്ല ഭക്ഷണമാണ്. പക്ഷെ ഇപ്പോൾ കഴിക്കാനുള്ള ഒട്ടും സ്ഥലമില്ല വയറിൽ. ഞാനിപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല ഇറങ്ങിയത്, അത് കാരണം. ഇവിടെ പോസ്റ്റ് ഓഫീസ് നോക്കി ഇവരുടെ ചെറുത്. ഇത് ആ ടെമ്പിളിലേക്കുള്ള എൻട്രൻസാണ്. ക്ഷേത്രത്തിലൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി മറ്റൊരു ട്രിപ്പിൽ വരാം. ഇവിടെ ഇത് ഞാൻ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഒന്ന് കാണുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തി. പക്ഷേ 4:15 കുഴപ്പമില്ല. 4:30 ഉദ്ഘാടകൻ MLA എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 4:15 കഴിഞ്ഞിട്ട് എത്തിയാലും മതി. ഓക്കെ, നമ്മൾ ഏതാണ്ട് സ്കൂളിൻ്റെ പരിസരത്തെത്തി. ഇത് പേരൂർക്കടയുള്ള UP സ്കൂളാണ്, ഗവൺമെൻറ് UP സ്കൂൾ. സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ചെറിയ അലങ്കാരമൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ. യെസ്, ഇവിടെ വെച്ചാണ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് LPS HSLPS പേരൂർക്കട. അങ്ങനെ പേരൂർക്കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ഗവൺമെന്റ് HSLP സ്കൂളിന്റെ അങ്കണത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ സ്കൂളിലെ അധ്യാപകനായ വൈശാഖ് S. ബിജു സർ എന്നെ സ്വീകരിച്ച് ഹെഡ് മാസ്റ്ററിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വേറെയും കുറച്ച് വിശിഷ്ടാതിഥികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം അവരോടൊപ്പമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഹെഡ് മാസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. പേരൂർക്കടയുടെയും പരിസര പ്രദേശത്തെയും ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുമക്കളുടെ ആശാ കേന്ദ്രമായി 1975 മുതൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് പേരൂർക്കട ഗവൺമെന്റ് HSLP സ്കൂൾ. ഏറെ കാലമായി ഇന്നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു പുതിയ ഒരു സ്കൂൾ മന്ദിരം. അത് യാഥാർത്ഥ്യമാക്കിയതിന് ശേഷമുള്ള വാർഷിക ആഘോഷം വളരെ കേമമാക്കാനായിട്ടാണ് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ കുഞ്ഞു വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ഇങ്ങനൊരു ആഘോഷ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഓരോ വർഷവും മികവിന്റെ പടവുകൾ കയറുകയാണ് ഈ സ്കൂളിലെ കുട്ടികൾ. അതിന് ഒരു വലിയ പങ്ക് ഇവിടുത്തെ അധ്യാപകർക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീം ഓഫ് ടീച്ചേഴ്സിനും ഉണ്ട്. ദുന്ദുബി 2026 സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഫോർമൽ ഫംഗ്ഷൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ആണ് ചെയ്യുന്നത്. ഞാൻ മുഖ്യ അതിഥിയാണ്. അതുകൂടാണ്ട് ഒരുപാട് വിശിഷ്ടാതിഥികൾ വരാനുണ്ട്. ഇവിടെയും എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ ഇവിടുത്തെ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ലോ അക്കാഡമിയിലെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കാണുകയും അവരവിടെ ഉണ്ടെന്ന് അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുസമ്മേളനം, പിന്നെ പുരസ്കാര വിതരണം, ഗുരുവന്ദനം, പിന്നെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ. സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം. പിന്നിപ്പോൾ ഫോർമൽ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് PTA പ്രസിഡൻ്റാണ് ശ്രീ രാകേഷ് AR. സ്വാഗതം ഹെഡ് മാസ്റ്റർ ശ്രീ ഷാനവാസ് സാറാണ്. പിന്നെ അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വാർഡ് കൗൺസിലർ ശ്രീ വിനീത് VG ആയിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഈ പ്രോഗ്രാം കൺവീനർ എന്ന് പറഞ്ഞാൽ സിജാറാണി ടീച്ചറായിരുന്നു. അതുകൂടാണ്ട് ധാരാളം ഗസ്റ്റുകൾ ആശംസാ പ്രസംഗത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വിശിഷ്ടാതിഥികൾ. പേരൂർക്കട തന്നെയുള്ള GGHSS അത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ശ്രീമതി പഞ്ചമി MS, അതുപോലെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ശ്രീമതി ബിന്ദു ശിവദാസ് ടീച്ചർ, അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരുപാട് VIPs ആണ് ഈ ഒരു സദസ്സിനെ അലങ്കരിക്കുന്നത്. എല്ലാവരുടെയും പേര് എനിക്ക് എടുത്തു പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെയും ഫോർമൽ ഇനോഗ്രേഷൻ തുടങ്ങിയത്. അപ്പോൾ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ആദ്യ തിരി കൊളുത്തി, പിന്നെ എല്ലാവരും ചേർന്ന് ബാക്കി തിരികളെല്ലാം കൊളുത്തിയിട്ട് ഫോർമലായിട്ടുള്ള ഇനോഗ്രേഷൻ കഴിഞ്ഞു. പവിത്രമായ ഒരു സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ചെറിയ പൈസയിലായിട്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്.
അത്രയും സപ്പോർട്ട് സിസ്റ്റത്തോടു കൂടി PTA ആണെങ്കിലും വളരെ ആക്റ്റീവാണ്. ഇവരുടെ നാട്ടുകാർ, ഈ പ്രദേശവാസികളിൽ ഒരുപാട് പേരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടി ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് സെക്ടറിലെ സ്കൂളല്ല എന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഒരു സർക്കാർ സ്കൂളിൽ ഇത്രയും മനോഹരമായി കാര്യങ്ങൾ നടന്നു പോകുക എന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം നല്ല ബിൽഡിങ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല അഡ്മിനിസ്ട്രേഷൻ, നല്ല പഠിപ്പീര്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉത്തമമായൊരു സ്ഥാപനമാണിത്. നല്ലൊരു വിദ്യാലയം. ഈ വിദ്യാലയത്തിലെ തന്നെ അധ്യാപകർക്കും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഒക്കെ മെമൻറ്റോസ് കൊടുത്തുകൊണ്ട് അവരുടെ സേവനങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. അതും വളരെ നല്ലൊരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു എൻകറേജ്മെന്റ് ആണ് ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫിനും ഒക്കെ. എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവർ ഈ ഒരു സ്കൂളിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഹെഡ് മാസ്റ്റർ അങ്ങനെ ഒരു കാര്യം വിഭാവന ചെയ്തത് എനിക്ക് വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാനിവിടെ കണ്ട ഏറ്റവും മനോഹരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിപ്പിച്ചിരുന്ന് ഇപ്പോൾ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പൂർവ്വ അധ്യാപകരെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ. എന്നിട്ട് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവന്ദനം എന്ന ചടങ്ങിലൂടെ അവരെ ആദരിക്കുന്ന വളരെ മഹനീയമായ ഒരു ചടങ്ങിനും ഞാനിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇങ്ങനൊരു നൂതനമായ ആശയം ഗുരുവന്ദനം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിനും അദ്ദേഹത്തിൻ്റെ ടീം ഓഫ് ടീച്ചേഴ്സിനും ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. അതൊരു നല്ലൊരു നൂതനമായ ആശയമാണ്. പക്ഷെ അത് നല്ലൊരു, നമ്മൾ പറയാം ഗുരുത്വം എന്നൊക്കെ പറയില്ല, ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്കൂളിലാണ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് HSLPS പേരൂർക്കട. ദാറ്റ് ഈസ് ലോവർ പ്രൈമറി സ്കൂളാണ്. LKG മുതൽ 5ാം ക്ലാസ് വരെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസ്. 4ാം ക്ലാസ് 5ആകുമ്പോൾ വേറെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഈ വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ഷാനവാസ് സാറാണ്. സാറുമായിട്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ സാറുമായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഈ സ്കൂളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. അതായത് ഒരു സർക്കാർ സ്ഥാപനം ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാമെന്ന്. ഇവിടെ അഡ്മിഷന് ഭയങ്കര തിരക്കാണ്. ആൾക്കാർ ഇങ്ങോട്ടും ഒന്ന് ചോദിക്കാമെന്നാണ് പറയുന്നത്, ഇവിടെ സീറ്റുണ്ടോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു എന്താ പറയുക, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം മുകളിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന അധ്യാപകൻ തന്നെയാണ്. അതായത് ഹൂ ഈസ് ലീഡിങ് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു ഹെഡ് മാസ്റ്ററിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഇത്രയും മനോഹരമാക്കാൻ സാധിക്കും. ഓഫ് കോഴ്സ് ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. എങ്കിലും അവരെ നയിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണ്ടേ. ഗംഭീരമായിട്ടാണ് സാറ് നയിച്ചുകൊണ്ട്. അപ്പോൾ സാറിൻ്റെ ആ വിജയ രഹസ്യങ്ങളാണ് എനിക്ക് കറക്റ്റായിട്ട് ചോദിക്കാനുള്ളത്. അല്ല, എനിക്ക് 30 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ SPCയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് വളരെ എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കും. അവർ പറയുന്നത് കുട്ടികൾ കേൾക്കണം. അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് അതനുസരിച്ച് അവരിൽ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാവണം. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആദ്യം സ്വപ്നങ്ങൾ സൃഷ്ടിക്കുക, അതിനുവേണ്ടി നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടീം നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. നല്ല എഫിഷ്യൻ്റായ ടീച്ചേഴ്സാണ്. പിന്നെ നല്ലൊരു വിഷൻ ഉണ്ടാവണം. ഈ ആധുനിക കാലത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ പൊതുവിദ്യാലയങ്ങളിൽ മൊത്തത്തിൽ ചെറിയൊരു പിന്നോക്കാവസ്ഥ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം നേർ വിപരീതമാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ നല്ല എഫിഷ്യൻ്റായ ടീച്ചേഴ്സ് ഉണ്ട്, ഭൗതിക സാഹചര്യങ്ങളുണ്ട്, ഓരോ നിലകളിലും ടോയ്ലറ്റ് ഉണ്ട്. അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പം ഒരാൾ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം അമ്മമാരൊക്കെ ആദ്യം നോക്കുന്നത് ടോയ്ലറ്റ് എങ്ങനെയുള്ളതാണ്. കാരണം വൈകുന്നേരം വരെ കുട്ടി ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ വ്യക്തി കേന്ദ്രീകൃതമായ കുട്ടികളെ പഠിപ്പിക്കും. അതായത് ഏത് കുട്ടിക്ക് ഏതുവരെ അറിയാം, എന്തറിയാമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അവനെ അവരുടെ സ്ട്രോങ് പോയിന്റ്സിനെ നമ്മൾ കൊണ്ടുവരാണ്, പ്രോത്സാഹിപ്പിക്കുന്നു. അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ലൊരു ആശയമാണ്. ആ ഒരു കറക്റ്റ് ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനാണെങ്കിൽ അവർക്ക് സ്വപ്നങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്.
അപ്പൊ നല്ല നല്ല ആൾക്കാർ, അതായത് സക്സസ്ഫുൾ ആയ ജീവിതത്തിൽ സമൂഹത്തില് ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരെ അവരുടെ മുന്നിൽ കൊണ്ടുവരിക. അപ്പൊ ഇത് കാണുമ്പോൾ അവരുടെ വാക്കുകളിലൂടെ അല്ല അവരെ പോലെ ആകണമെന്ന് കുട്ടികളുടെ അതെ 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 മനസ്സിലായി. അവരെ വളർത്തിക്കൊണ്ടു. അതാണ് ഒരു ബേസിക് ടെക്നിക്ക് സാറ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുട്ടികളെല്ലാം ഇതിൽ തന്നെ പോണേ. അപ്പം അവിടെ പ്രോഗ്രാം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പം ഞാൻ സാറിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുകയാണ്. അല്ല, ഇവിടെ ഇപ്പൊ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടർ ലക്ഷ്മി നായരെ കാണാൻ വേണ്ടി മാത്രം വന്ന ഒത്തിരി പാരൻസും പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കാരണം മാമിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല, അവർ ടി വിയിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. അവരിൽ ഒരാളാണ് ഞാൻ, ഒരാളാണ്. അതുപോലെ തന്നെ കുട്ടികൾ മാമിന് ടി വിയിലും മറ്റു കാര്യങ്ങളും, അപ്പോൾ അവരെ നേരിട്ട് കാണുക എന്നുള്ളത് ഒരു അനുഭവമാണ്. ഉദാഹരണം എൻ്റെ വൈഫ് തന്നെയാണ്. എൻ്റെ വൈഫ് വേറെ സ്കൂളിലാണ്, അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുക. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം. കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എലക്യൂഷൻ ആണെങ്കിലും അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ആണെങ്കിലും ഒക്കെ നല്ല ട്രെയിനിങ് ആണ് ഇവിടെ. മ്യൂസിക് ആണെങ്കിലും എല്ലാ ലെവലിലും, പ്രസംഗിക്കാനാണെങ്കിലും ഡാൻസ്, എവറിത്തിങ് നല്ല ട്രെയിനിങ് ആണ്. കുട്ടികളെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ട് അറിഞ്ഞാണ് ട്രെയിൻ ചെയ്യുന്നത്. സാധാരണ ഒരു സർക്കാർ സ്കൂളെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ വ്യത്യാസം അങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ തിരക്കും തള്ളുവാണ്. ഇനി അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനി അഡ്മിഷൻ അടുത്ത മാസം തന്നെ, അടുത്ത മാസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ? എല്ലാ സൗകര്യങ്ങളും ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ദിവസത്തിൽ അവരെ ഈ തന്നിട്ടുള്ള പേരുടെ എല്ലാം ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അവരെ വിളിച്ചിട്ട് അന്നത്തെ ദിവസം അഡ്മിഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇത് റോഡ് സൈഡിലാണ്, അമ്പലമുക്കിൽ നിന്ന് പേരൂർക്കടയ്ക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഗേൾസിനെ ഇവിടെ പഠിപ്പിക്കാൻ ചേർത്താൽ 5ാം ക്ലാസ്സിൽ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ UP സ്കൂളുണ്ട്. അത് കഴിഞ്ഞാൽ +2 വരെ ഉണ്ട്. അപ്പോൾ അത്രയും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ കിട്ടും. സെയിം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതും നല്ല സ്കൂൾ തന്നെയാണ്. പിന്നെ ബോയ്സിന് മാത്രം 4ാം ക്ലാസ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് മാറിപ്പോകേണ്ടി വരും. എന്തായാലും മാം ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. സ്കൂളിൻ്റെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കും. വളരെ സന്തോഷം സാർ, എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. അങ്ങനെ ഹെഡ് മാസ്റ്റർ ശ്രീ ഷാനവാസ് സാറുമായി ഞാൻ സംസാരിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടു. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്ന് അടുത്ത് വരികയും കൂടെ ചേർന്ന് നിൽക്കുകയും സെൽഫി എടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു എന്താ പറയുക, ഒരു ആവേശം തന്നെയായിരുന്നു. ഈ ഒരു ആവേശവും സ്നേഹവും ഒക്കെ എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ ഇനി എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുടെ പേരും കൂടിയുണ്ട്. ഇവിടുത്തെ അധ്യാപകനായ വൈശാഖ് മാഷാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ ഹെഡ് മാസ്റ്ററിനോടൊപ്പം വീട്ടിലേക്ക് വന്ന സമയം മുതൽ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച സമയവും പിന്നെ അദ്ദേഹം തിരിച്ചിറങ്ങിയപ്പോൾ എന്നെ യാത്ര അയക്കാൻ വരെ അദ്ദേഹം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വളരെ ഗുരുത്വവും വിനയവും ഒക്കെ ചേർന്ന ഒരു മനോഭാവമുള്ള ഇത്തരം അധ്യാപകരുടെ ശിഷ്യരായി പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനായിട്ട് എന്നെ ക്ഷണിച്ച ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീം മെമ്പേഴ്സായ മറ്റ് ടീച്ചേഴ്സിനും എൻ്റെ ഒരു സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി, അവിടെ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് കലാപരിപാടികൾ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഹോൾ ഡേ എന്ന് പറയുന്ന തിരക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി ഇതിപ്പോൾ സമയം ഏതാണ്ട് 7 മണിയാകാനാവുന്നു വീടെത്താൻ. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു, വളരെ എൻജോയബിൾ ഡേ. ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങൾ, കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു പ്രോഗ്രസ്സും അവരുടെയൊക്കെ കഴിവുകളും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, കോളേജ് ലെവൽ കുട്ടികളെ കണ്ടു, സ്കൂൾ LKG മുതൽ ഉള്ള കുട്ടികൾ, അതായത് നമ്മുടെ എന്താ പറയുക ലോവർ പ്രൈമറി 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെയും വളരെ ടാലൻറ്റഡ് ആയിട്ട് അതെല്ലാം കണ്ടു. സന്തോഷം. ഈ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇത് സംതിങ് ഡിഫറെൻറ്റ്. എൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വിചാരിച്ചോളൂ. ഓക്കെ, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം.